പെൺമക്കളുടെ വിവാഹം ആർഭാടമായി നടത്തി കടക്കണിയിലകപ്പെട്ട് കിടപ്പാടം പോലും നഷ്ടപ്പെട്ട നിരവധി കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സേവ് ദി ഡേറ്റ്, ഹൽദി, മെഹന്തി തുടങ്ങി ചില പുതിയ ചടങ്ങുകൾ കൂടി വിവാഹത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്നതായി കാണുന്നു. ലക്ഷങ്ങളാണ് ഇവയ്ക്കൊക്കെയായി പൊടിക്കുന്നത്. സമൂഹത്തിൽ ഉന്നത പദവി നിലനിർത്തുന്നതിന് ഇത്തരം ചടങ്ങുകളൊക്കെ നടത്തേണ്ടത് അത്യാവശ്യമാണെന്നുള്ളൊരു മിഥ്യാധാരണയുടെ പുറത്താണ് കടം വാങ്ങിയും ഈ പൊങ്ങച്ചം കാട്ടുന്നത്. വിവാഹത്തോടനുബന്ധിച്ചുള്ള ആഡംബരങ്ങൾക്കായി അമിതമായി പണം ചെലവാക്കുന്നത് ഒരു ധൂർത്താണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒറ്റ വാക്കിൽ നൽകുന്നതിന് മുമ്പായി ആഡംബരത്തിൻ്റെ കാര്യത്തിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു വിവാഹത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇതുവരെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഡംബര വിവാഹമായിരുന്നു അത്. ലോക നേതാക്കളും ബോളിവുഡ് താരങ്ങളും ഉൾപ്പെടെ ആയിരങ്ങൾ അതിഥികളായി പങ്കെടുത്ത ആ വിവാഹത്തോടനുബന്ധിച്ചുള്ള ആഡംബരങ്ങൾക്കായി ചെലവഴിച്ചത് 5000 കോടി രൂപയാണ്. ഈ വിവാഹത്തെയും ധൂർത്തിൻ്റെ ഗണത്തിലാണോ ഉൾപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഉത്തരം നൽകേണ്ടി വരും. കാരണം തുക അതിഭീമമാണെങ്കിലും അംബാനിയുടെ ആസ്തിയുടെ വെറും 0.5% മാത്രമേ ഈ വിവാഹത്തോടനുബന്ധിച്ചുള്ള ആഡംബരങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ളൂ. അതുപോലെ നിങ്ങളുടെ ആസ്തിയുടെ ഒരു ചെറിയ ശതമാനമാണ് വിവാഹത്തോടനുബന്ധിച്ചുള്ള ആഡംബരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്നതെങ്കിൽ അത് സാമ്പത്തികമായും ധാർമ്മികമായും തെറ്റല്ല. മറിച്ച് വലിയൊരു സാമ്പത്തിക ബാധ്യത കുടുംബത്തിന് മേൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം ആഡംബരങ്ങൾ പ്രദർശിപ്പിക്കുന്നതെങ്കിൽ അതിനെ ധൂർത്തിൻ്റെ ഗണത്തിൽ തന്നെ പെടുത്തേണ്ടി വരും.